നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ചൂട് കാലത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ലൊരു പുത്തൻ ഉണർവൊക്കെ കിട്ടും. അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പമാണ്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ചിലവൊന്നുമില്ല, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പറയില്ല ഇതെന്താണ് ഈ ഒരു ഡ്രിങ്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഈ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഓറഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ വളരെ നല്ലത്. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മാത്രമേ ആ ഗ്രേറ്റഡ് പീൽ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കാണാതെ അങ്ങ് ഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത ഭാഗം ഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് പലർക്കും ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കയ്പ്പ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ചിൻ്റെ വെള്ള പോർഷനൊന്നും കാണാനില്ല. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഓറഞ്ച് കളർ തന്നെയാണുള്ളത്. അത്ര മാത്രം എടുത്താൽ മതി. അപ്പോൾ പിന്നെ കയ്പൊന്നും വരില്ല. ഇനി നമുക്ക് ഈ പീലൊന്ന് ഒരു ബ്രഷ് വെച്ചൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇതിപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മതി, അധികമൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളഞ്ഞ് നമുക്കൊന്ന് ജ്യൂസ് എടുത്ത് വെക്കണം. ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ ജ്യൂസ് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുരു അടിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. എല്ലാവരുടെ അടുത്തും ജ്യൂസർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞ് എടുത്ത് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എങ്ങനെയാണോ കുരു അടിയാതെ എടുക്കാൻ പറ്റുന്നത് അതുപോലെ എടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ആ പിഴിഞ്ഞ് വെച്ചതിനകത്തോട്ട് ഒരു അരക്കപ്പും കൂടെ വെള്ളം അങ്ങ് ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി അതിനകത്തുള്ള ആ സത്ത് മുഴുവനായിട്ടങ്ങ് ഊറ്റിയെടുക്കാം. അതും കൂടി അങ്ങ് അരിച്ച് അങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ ജ്യൂസിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 7 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ഇത്രയും വലിയ കഷ്ണം പട്ട അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിന്നാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല കട്ടിയുള്ള പീസാണെങ്കിൽ ഒരു കഷ്ണം മാത്രം മതി. പിന്നെ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ വീഡിയോ കിട്ടിയില്ല. ഇതിപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വറ്റി അങ്ങ് കുറുകി പോണ്ട. അത്ര ഇത് നമ്മൾ വെച്ചതിൻ്റെ നേർപകുതി ആയിരുന്നാൽ മതി. ഇത് മതി. ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ഓഫാക്കിയത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഈ തലേ ദിവസമൊക്കെ ഈ ഒരു സിറപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ആവശ്യം എപ്പോഴാണോ ആ സമയത്ത് നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളം ആണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കണം. ഒരു 10 12 ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 7 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരിപ്പയിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറൊക്കെ ചേർക്കാം കേട്ടോ. 1 2 ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ കളർ ആ ഒരു സിറപ്പിൽ ചേർത്ത് വെച്ചിരുന്നാലും മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം മൊത്തം എടുത്തത് 2 ഗ്ലാസും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് കൊണ്ട് നമ്മൾ ഈ 2 ഗ്ലാസ്സിലൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുത്തിരുന്നാൽ മതി. പ്രത്യേകിച്ച് ആ സിറപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ ഉണ്ടാക്കി തലേ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കി കൂടുതലായിട്ട് ഉണ്ടാക്കി കുപ്പിയിലാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് മാത്രമല്ല, ഇത് നമുക്ക് സോഡ ഒഴിച്ച് കുടിക്കാം കേട്ടോ. കുറച്ചും കൂടി ഒരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് സോഡ ഒഴിച്ച് കുടിക്കുന്ന സമയത്ത്. നമ്മളിതിന് മുമ്പ് ബ്ലൂ വാനില ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അത് എത്ര കുടിച്ചാലും മതിയാവില്ല. അതെന്ന് പറയുന്നത് ഇതേപോലെ സിറപ്പാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് സോഡ കൂട്ടി മിക്സ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഡ്രിങ്കും നമ്മുടെ ഈ ഒരു സിറപ്പ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സോഡ ഒഴിച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു ഗ്ലാസ് എടുക്കുകയാണേ.
അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. നല്ല എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഓറഞ്ച് ആണെന്നൊന്നും ആർക്കും മനസ്സിലാവുക പോലും ഇല്ല. എന്താണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് ഒരു മനസ്സിലാവുകയില്ല. ആ ഒരു പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ആ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലേവർ വരുന്നുണ്ട്. മിൻറ്റിൻ്റെ ഫ്ലേവർ ഉണ്ട്, ലെമണിൻ്റെ ചെറിയൊരു പുളിപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓറഞ്ച് ആണെന്ന് മനസ്സിലാവുകയില്ല. എന്തോ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണെന്നേ തോന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടല്ലേ, കൂൾ ഡ്രിങ്ക്സ് വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിക്കൂടെ? എല്ലാ വീട്ടിലുള്ള സാധനങ്ങളും വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കും, അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.